ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർച്ചയായി 9 ആഴ്ചകൾ നമ്മൾ പഠിക്കുന്നത് ജോഷുവയുടെ പുസ്തകത്തെ അധികരിച്ച് തയ്യാറാക്കിയ പാഠങ്ങളാണ്. ഇന്ന് 10ാമത്തെ പാഠമാണ് നാം പഠിക്കേണ്ടത്. അതിൻ്റെ തലവാചകം യഥാർത്ഥ യോശുവ. അതിൻ്റെ മനപ്പാഠവാക്യം: ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. 1 കൊരിന്ത്യർ 10:11. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. 1 കൊരിന്ത്യർ 10:11. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും സ്തുത്യനുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ അങ്ങ് തീർക്കൻ പാർക്കുമാറാകണമേ. കർത്താവെ, തിരുവചനം പഠിക്കുവാനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വിനയത്തോടുകൂടി വരുമ്പോൾ തിരുമേനി ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മ നിറവ് കൊണ്ട് നിറയ്ക്കണം. കേൾവിക്കാരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവവചനം പഠിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയൊന്ന് പരിശോധിക്കുവാനും അത് സത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുവെങ്കിൽ അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണമെന്ന് അടികൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണമേ. മാനവും മഹത്വവും അങ്ങയുടെ തൊടുവിലങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഞാൻ മനപ്പാഠവാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. 1 കൊരിന്ത്യർ 10:11. ഇപ്പം യോശുവയുടെ പുസ്തകത്തിൽ യോശുവയെക്കുറിച്ചും കാലേബിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനകത്തെ പ്രധാന കഥാപാത്രം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കഥാരൂപേണ നമുക്ക് മനസ്സിലാകുന്നത് യോശുവയുടെ കഥയാണ്, കാലേബിൻ്റെ കഥയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയാണ് നോക്കി മാതൃകയാക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനെ. ആ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഇതിനകത്തെ പ്രധാന കഥാപാത്രം. പുതിയ ഭൂമിയിലെ നമ്മുടെ നിത്യപ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗമാണ്, അല്ലേ? ശരിക്കും പുതിയ ഭൂമിയിലെ നമ്മുടെ നിത്യപ്രത്യാശയുടെ പ്രതീകമായ കനാൻ ദേശം, അത് ഇവിടെ ഈ ഭൂമിയിലുള്ള കനാൻ ദേശമാണ്. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രതീകം. കനാൻ ദേശത്തെ പോലെ തന്നെ ഈ തത്വം ബൈബിളിലുടനീളം കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഇതിനകത്തെ പ്രധാന കഥാപാത്രമെന്ന്. ഭൗമിക വിശുദ്ധ മന്ദിര ശുശ്രൂഷ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എബ്രായർ 9:11 ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി. എബ്രായർ 9:11 ഞാൻ വായിച്ചത്. ക്രിസ്തുവോ വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി. എന്താണ് ഈ കൈപ്പണി അല്ലാത്തതായ കൂടാരം എന്ന് പറയുന്നത്? അത് സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ നന്മകളിൽ ഏറ്റവും വിശേഷമേറിയവ ഏതൊക്കെയാണ്? ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം, 2ാമത് ദൈവത്തോടുള്ള വ്യക്തിപരമായ കൂട്ടായ്മ, 3ാമത്തേത് മനസാക്ഷിയുടെ ശുദ്ധീകരണം, 4 പാപമോചനം ലഭിച്ചു എന്ന നിശ്ചയം. ഇവയൊക്കെയാണ് ശരിക്കും കൈപ്പണിയല്ലാത്ത കൂടാരം. അത് സ്വർഗമാണ്. ലേവ്യ പുരോഹിതന്മാരെ പോലെ വസ്തുമയമായ കൂടാരത്തിലല്ല ക്രിസ്തു ശുശ്രൂഷിക്കുന്നത്. ശരിക്കും ഈ ഭൂമിയിലെ ശുശ്രൂഷ അഹരോനാണ് മഹാപുരോഹിതനായിട്ട് ആദ്യം ഉണ്ടായിരുന്നത്. അത് ശരിക്കും ഈ ഭൂമിയിലുള്ള ശുശ്രൂഷ. എന്നാൽ
ലേവ്യ പുരോഹിതന്മാരെ പോലെ വസ്തുമയമായ കൈകളാൽ പണിഞ്ഞ ആ സത്യകൂടാരത്തിലല്ല ക്രിസ്തു ശുശ്രൂഷിക്കുന്നത്. പഴയ നിയമ പുരോഹിതന്മാർ മൃഗങ്ങളുടെ രക്തവുമായിട്ടാണ് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ്? ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത്. ക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞ് അതിനൊരു അങ്ങനെ പാപികളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ചൊരിഞ്ഞു, അങ്ങനെയാണ്. മറ്റത് മൃഗങ്ങളുടെ രക്തവുമായിട്ട് പോകുന്നു. പഴയ നിയമത്തിൽ ആണ്ടുതോറും യാഗം കഴിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവോ ഏക യാഗം കഴിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സ്ഥാപിച്ചു. എന്നും എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ദിവസവും യാഗത്തിൻ്റെ ആവശ്യമില്ല. ഒരിക്കലായിട്ട് ക്രിസ്തു യാഗമായി തീർന്നു. അങ്ങനെ ഏകയാഗം കഴിച്ചു. ഭാവിയിലെ പൂർത്തീകരണത്തിലേക്ക് യോശുവ എങ്ങനെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ പ്രതീകമാണ് ശരിക്കും യോശുവയെ, യേശു ക്രിസ്തുവിന് മുൻപ് വന്ന യോശുവയെ, അത് ക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ നാം പഠിക്കാൻ പോകുന്നത്. ഇന്ന് തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് വേദപുസ്തക പ്രതീകാത്മത എന്ന പദം കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ശരിക്കും യേശുവിനെയോ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റു യാഥാർത്ഥ്യങ്ങളെയോ മുൻകൂട്ടി ചിത്രീകരിക്കുന്ന വ്യക്തികളെയോ സംഭവങ്ങളെയോ ഒരു ഈ വക കാര്യങ്ങളുടെയൊക്കെ ഒരു പ്രത്യേക വ്യാഖ്യാനമാണ് പ്രതീകാത്മകത എന്ന് പറഞ്ഞാൽ. ഒരു പ്രാവശ്യം കൂടെ പറയാം. യേശുവിനെയോ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റു യാഥാർത്ഥ്യങ്ങളെയോ മുൻകൂട്ടി ചിത്രീകരിക്കുന്ന വ്യക്തികളുടെയോ സംഭവങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ ഒരു പ്രത്യേക വ്യാഖ്യാനം, അതാണ് പ്രതീകാത്മകത. ഇവിടെ വേറൊരു വാക്കുകൂടെ ഉണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ളത് സൂചിത വസ്തു പ്രതീകാത്മക വസ്തുവുമായി ആകൃതി കൊടുക്കുന്ന ഒരു അച്ചുപോലെ, വേറൊരു വസ്തുവിൻ്റെ അതുപോലെ തന്നെ ആകൃതി കൊടുക്കുന്ന ഒരു അച്ചുപോലെ, അല്ലെങ്കിൽ പൊള്ളയായ ഒരു രൂപമായി യഥാർത്ഥമായതുമായി പൊരുത്തപ്പെടുന്നു. ശരിക്കും നമ്മൾ കണ്ടാൽ അതുപോലെ തന്നെ ഇരിക്കും, അതുപോലെ തന്നെ. അപ്പം അത് ഒന്നതിൻ്റെ സൂചകവും മറ്റേത് അതിൻ്റെ പ്രതീകാത്മതയും. പ്രതിരൂപം സൂചിത വസ്തുവിൻ്റെ ഉദ്ദേശം കൂടുതൽ പൂർണ്ണമായി നിറവേറ്റുന്നു. എന്തിനാണ് പ്രതീകാത്മത അല്ലെങ്കിൽ സൂചിതം? ഇനി വരാനിരിക്കുന്ന കാര്യം അതാണ് സൂചിതമായിട്ട് ഇവിടെ കാണിക്കുന്നത്. അത് ശരിക്കും പൂർണ്ണമായി വസ്തുവിൻ്റെ ഉദ്ദേശം കൂടുതൽ. പ്രതിരൂപം എന്ന് പറയുന്നത് ആ വസ്തുവിനെ പോലെ വേറൊരു വസ്തു കൂടുതൽ പൂർണ്ണമായി നിറവേറുന്നു. റോമർ 5:14 എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ, വരാനിരിക്കുന്ന ആദാം ആരാ? മിശിഹയാണ്. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യുന്നവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഇവിടെ വരുവാനുള്ളവൻ്റെ എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് ആദാം. കാരണം ആദാം ഓൾറെഡി വന്നു, മിശിഹ ആ സമയത്ത് വന്നില്ല. അവിടെ ആദാമിനെ ചിത്രീകരിക്കുന്നത് വരുവാനുള്ള മിശിഹായെ ആണ്. പാപം ചെയ്യാത്തവരിലും മരണം വന്നു. അതെങ്ങനെയാണ് പാപം ചെയ്യാത്തവരിലും മരണം വന്നത്? ആദാം പാപം ചെയ്തതുകൊണ്ടാണ് പാപമില്ലാത്തവരിലും മരണം വന്നത്. 1 കൊരിന്ത്യർ 10:1 മുതൽ 13 വരെയുള്ള ഭാഗത്ത് മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം ക്രിസ്തീയ സഭയുടെ നിഴലാണ്. അപ്പം ഇസ്രായേൽ ജനം ഏതാണ്ട് 400 വർഷത്തോളം മിസ്രൈമിൽ അടിമകളായിരുന്നു. അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട് അവർ മടങ്ങി വരുന്നത് അത് ക്രിസ്തീയ സഭയുടെ നിഴലായിരുന്നു എന്നാണ് പറയുന്നത്. ക്രിസ്തീയ സഭയുടെ നിഴൽ. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. ഇതിൻ്റെ ഒരു വിശദീകരണം ഇപ്രകാരം: എല്ലാവരും സമുദ്രത്തിൽ കൂടി കടന്നു. അതിൻ്റെ വിശദീകരണം അവർ വെള്ളത്തിലൂടെ കടന്ന് മോശയോട് ഏകീഭവിച്ചു. ഇത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ഏൽക്കുന്ന സ്നാനത്തെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ അവർ വെള്ളത്തിലൂടെ കടന്നു. അവർ എവിടെയാണ് കടന്നേ? അവർ ചെങ്കടൽ കടന്നു, അവർ യോർദാൻ കടന്നു, അല്ലേ? അവർ വെള്ളത്തിലൂടെ കടന്നു, മോശയോട് ഏകീഭവിച്ചു.
ഇത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ഏൽക്കുന്ന സ്നാനത്തെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ അവരിങ്ങനെ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ യോർദാനിൽ കൂടെ അല്ലെങ്കിൽ ചെങ്കടലിൽ കൂടെ കടന്നത്, അത് പറയുന്നത് യേശുവിനോട് ചേരുവാൻ, നമ്മൾ യേശുവിനോട് ചേരണമെങ്കിൽ നമ്മൾ സ്നാനം സ്വീകരിക്കണം. ആ സ്നാനത്തെ പ്രതിനിധീകരിക്കുന്നു. എബ്രായർ 8:5 കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക. അതാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ ഭൂമിയിലുള്ള സമാഗമന കൂടാരം പണിയാൻ മോശയോട് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് പണിയുന്നത്? അത് എങ്ങനെയാണ്? അത് പർവ്വതത്തിൽ മോശയ്ക്ക് കാണിച്ചു കൊടുത്ത അതേ മാതൃകയിൽ തന്നെയാണ് പണിയേണ്ടത്. ലേവ്യ പുരോഹിതന്മാർ നിഴലായ സമാഗമന കൂടാരത്തിൽ നിഴലായ യാഗങ്ങൾ അർപ്പിച്ചു പോന്നു. ശരിക്കും പഴയ നിയമ അല്ലെങ്കിൽ ലേവ്യ പുരോഹിതന്മാർ അവർ സമാഗമന കൂടാരം, ഈ ഭൂമിയിലുള്ള സമാഗമന കൂടാരം സ്വർഗത്തിലുള്ള സമാഗമന കൂടാരത്തിൻ്റെ നിഴലാണ്. അവരിവിടെ നടത്തിയ യാഗവും അതുപോലെ തന്നെയാണ്. നിഴലായ യാഗങ്ങൾ അവർ അർപ്പിച്ചു പോന്നു. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനാകട്ടെ പൊള്ളയായ യാഗം അർപ്പിച്ച ശേഷം, പൊരുളായ യാഗം അർപ്പിച്ച ശേഷം സത്യകൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ എന്നാൽ നമ്മുടെ മഹാപുരോഹിതനാകട്ടെ പൊരുളായ യാഗം അർപ്പിച്ച ശേഷം സത്യകൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നു. ഇന്ന് വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ മന്ദിരമില്ല. അപ്പോൾ ഇന്ന് ആ വിശുദ്ധ മന്ദിരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടി ഈ ഭൂമിയിലില്ല. അതുവരെ ഉണ്ടായിരുന്ന ഭൂമി, അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി അവിടുത്തെ ശുശ്രൂഷ അവസാനിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ ദാവീദ് എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുവെന്നും പുതിയ നിയമത്തിൽ അവൻ എങ്ങനെ മുൻകൂട്ടി ചിത്രീകരിക്കപ്പെട്ടു എന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ പ്രതീകാത്മക സൂചകവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. പഴയ നിയമത്തിൽ ദാവീദിനെ കുറിച്ച് എന്ത് പറയുന്നു, അത് പുതിയ നിയമത്തിൽ അവൻ എങ്ങനെയാണ് മുൻകൂട്ടി അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ദാവീദ് സങ്കീർത്തനം 22:1, 14 മുതൽ 18 വരെ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അതാരാ പറഞ്ഞത്? അത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് നിലവിളിച്ച് പറഞ്ഞതാണ്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഇപ്പോൾ ക്രൂശിൽ കിടന്ന് മരിക്കാൻ തുടങ്ങുന്ന രക്ഷകൻ്റെ നിലവിളി അത് എന്താണെന്നറിയാമോ? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി ക്രിസ്തു തീർന്നപ്പോൾ അവൻ ദൈവത്താൽ കൈവിടപ്പെട്ടവനായി. അതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ദാവീദ്. സങ്കീർത്തനം 22 എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തേന്ന് ചോദിക്കുന്നത്. ശരിക്കും പിന്നൊരു ദാവീദിനെ, പുതിയ ഒരു ദാവീദിനെ നമുക്കിവിടെ കാണാം. യിരെമ്യാവ് 23:5 അവിടെ പറയുന്നത്, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഞാൻ ദാവീദിനെ നീതിയുള്ള ഒരു മുളയായവനെ, ഞാൻ ദാവീദിനായിട്ട് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ എന്ത് ചെയ്യും? അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഇവിടെ മിശിഹായെ മുള എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മിശിഹായെ മുള എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പ്രതിരൂപ, ഇതിപ്പം നമ്മൾ ദാവീദിനെ കണ്ടു, പുതിയ ദാവീദിനെ കണ്ടു. ഇനി പ്രതിരൂപ ദാവീദിനെ യോഹന്നാൻ 19:24 നമുക്ക് കാണാം. കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എൻ്റെ വസ്ത്രം അവർ പകുത്ത് എടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു. ഇവിടെ ഇത് യോഹന്നാനിൽ കാണുന്നതാണ്. അവിടെ ഇത് കീറിക്കളയരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇവിടെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു. അതിവിടെ നിവൃത്തിയായി. അപ്പം പ്രതിരൂപമായ ദാവീദ് എന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവിൻ്റെ അങ്കിക്കാണ് ചീട്ടിട്ടത്. അത് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അത് നിവൃത്തിയായതായിട്ട് യോഹന്നാനിലും പറയുന്നു. ഇവിടെ ഒരു തിരുവെഴുത്ത് നിവൃത്തിയായി. സങ്കീർത്തനം 22:18 ആ സങ്കീർത്തനമാണ്, ആ ഭാഗമാണ് നിവൃത്തിയായത്. അതെന്താണ്? എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു, അത് നിവൃത്തിയായി. ഈ വേദഭാഗങ്ങൾ വായിക്കുന്നതിലൂടെ തിരുവെഴുത്തുകളിലെ പ്രതിരൂപങ്ങൾ തിരിച്ചറിയുന്നതിനും
പഴയ നിയമം തന്നെ താക്കോൽ നൽകുന്നു. അപ്പോൾ തിരുവചനത്തിലെ പ്രതീകങ്ങളെ തിരിച്ചറിയുന്നതിന് നമുക്ക് പഴയ നിയമത്തിലാണ് കൂടുതലുള്ളത്. അവിടെ നിന്നാണ് നമ്മളെ ഗൈഡ് ചെയ്ത് ഇങ്ങോട്ട് വിടുന്നത് എന്ന് വെച്ചാൽ പഴയ നിയമം തന്നെ നമുക്ക് താക്കോൽ നൽകുന്നു മറ്റു കാര്യം തുറന്ന് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി. ശരിക്കും അതായത് പുതിയ നിയമ എഴുത്തുകാർ വർത്തമാനകാല സത്യം വെളിപ്പെടുത്തുന്നതിന് പഴയ നിയമത്തിൻ്റെ സൂചകങ്ങൾ ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. പുതിയ നിയമ എഴുത്തുകാർ വർത്തമാനകാല സത്യം, പുതിയ നിയമ എഴുത്തുകാർ വർത്തമാനകാല സത്യം വെളിപ്പെടുത്തുന്നതിന് പഴയ നിയമത്തിൻ്റെ സൂചകങ്ങൾ ഉപയോഗിക്കുവാൻ ആരാ സഹായിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നു. 2 പത്രോസ് 1:2 പറയുന്നത് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി തങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അപ്പോസ്തലനെ ആഹ്വാനം ചെയ്യുന്നു. അവിടെ പത്രോസ് എന്താ പറയുന്നത്? വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി തങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലൻ്റെ ആ ആഹ്വാനം ഉൾക്കൊണ്ട് നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് തന്നെ നാം ഇറങ്ങിച്ചെല്ലേണ്ടിയിരിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്ത് വരുമ്പോൾ സൂചിതം, പ്രതിരൂപം, അതിൻ്റെ ഇംഗ്ലീഷ് ടൈപ്പ് ആൻഡ് ആൻറ്റി ടൈപ്പ്, കറക്റ്റ് ട്രാൻസ്ലേഷൻ നിഴലും പൊരുളും. നിഴലും പൊരുളും. പുതിയ നിയമം ഒരു തരത്തിലുള്ള പ്രതിരൂപ പൂർത്തീകരണത്തെ 3 വ്യത്യസ്ത ഘട്ടങ്ങളായി വെളിപ്പെടുത്തുന്നു. പുതിയ നിയമം ഒരു തരത്തിലുള്ള പ്രതിരൂപ പൂർത്തീകരണത്തെ 3 വ്യത്യസ്ത ഘട്ടങ്ങളായി വെളിപ്പെടുത്തുന്നു. ഒന്ന്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വരുന്ന കാര്യം ക്രിസ്തു ശാസ്ത്ര പൂർത്തീകരണം. പിന്നെ അടുത്തത് സഭ, അത് സഭാശാസ്ത്ര പൂർത്തീകരണം. മൂന്നാമത്തത് കാലത്തിൻ്റെ അവസാനം, അത് ഭാവികാല പൂർത്തീകരണം. മനസ്സിലായില്ലേ? ക്രിസ്തുശാസ്ത്ര പൂർത്തീകരണം, സഭാശാസ്ത്ര പൂർത്തീകരണം, ഭാവികാല ശാസ്ത്ര പൂർത്തീകരണം. അപ്പോൾ വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് ഈ സൂചകങ്ങളും പ്രതിരൂപങ്ങളും കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ശരിക്കും വേദപുസ്തകത്തിലുണ്ട് ഉടനീളം ഇത് നമുക്ക് കാണാൻ പറ്റും. യോശുവയുടെ പുസ്തകത്തിൽ യോശുവ പ്രതീകമായിട്ട് നിൽക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവിൻ്റെ പ്രതീകമായിട്ട് ആദാം വരുന്നു. അപ്പോൾ ബൈബിളിലുടനീളം നമുക്കത് കാണാൻ കഴിയും. തിരുവചനം എങ്ങനെ മനസ്സിലാക്കണമെന്നും യേശുവിനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും നമുക്കുള്ള ആത്യന്തിക പ്രത്യാശയെക്കുറിച്ചും ദൈവവചനം പഠിപ്പിക്കുന്ന സത്യങ്ങൾ എന്താണെന്നും ഈ സൂചകങ്ങളും പ്രതീകങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്തിനായിട്ടാണ് സൂചകങ്ങളും പ്രതീകങ്ങളും? തിരുവചനം എങ്ങനെ മനസ്സിലാക്കണമെന്നും നമുക്കുള്ള ആത്യന്തിക പ്രത്യാശയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? ഈ സൂചകങ്ങളും പ്രതീകങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ, പുറപ്പാട്, വിശുദ്ധ മന്ദിരം, ഈ 3 കാര്യങ്ങളിൽ എങ്ങനെയാണ് ശരിക്കും ക്രിസ്തുശാസ്ത്രഘട്ടം, ഇസ്രായേലിൻ്റെ ക്രിസ്തുശാസ്ത്രഘട്ടം എന്താണ്, ഇസ്രായേലിൻ്റെ സഭാശാസ്ത്രഘട്ടം എന്താണ്, ഇസ്രായേലിൻ്റെ ഭാവി കാലഘട്ട ശാസ്ത്രം എന്താണ്, അതുപോലെ തന്നെ പുറപ്പാടിൻ്റെ ഈ 3 കാര്യവും വിശുദ്ധ മന്ദിരത്തിൻ്റെ ഈ 3 കാര്യവും കുറച്ചേറെ ബൈബിൾ കൊട്ടേഷൻസ് ഇതിനകത്ത് അവർ തന്നിട്ടുണ്ട്. ശരിക്കും ഇസ്രായേലിനെ കുറിച്ചുള്ള ക്രിസ്തു ശാസ്ത്രഘട്ടം മത്തായി 2:15 പറയുന്നു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകാൻ സംഗതി വന്നു. മിസ്രയീമിൽ നിന്നും എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകാൻ സംഗതി വന്നു. അവിടെ ശരിക്കും എവിടെയാണ് പറയുന്നതെന്ന് അറിയാമോ? മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന് ഹോശേയ 11:1 പറയുന്നു, ഇല്ലേ? അത് മത്തായി 2:15 ഉണ്ട്. അപ്പോൾ നമുക്കവിടെ കാണാം. പഴയ നിയമത്തിൽ പ്രതീകമായിട്ടും സൂചകമായിട്ടും പുതിയ നിയമത്തിൽ അത് പ്രതിരൂപമായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ തന്നെ സഭാശാസ്ത്രം നമുക്ക് നോക്കാം. ഗലാത്യർ 6:16 ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഏവർക്കും എന്നിവിടെ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഇസ്രായേലിനും എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും, പിന്നെ പറയുന്നത് ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇവിടെ ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ അല്ല, അത് ആത്മീയ ഇസ്രായേലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആത്മീയ
ദൈവസഭയാകുന്ന ആത്മീയ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ഭാവി കാലഘട്ടം നാം പറഞ്ഞാൽ വെളിപ്പാട് 7:4 മുതൽ 8 വരെയുള്ള ഭാഗത്തും പിന്നെ 14 വാക്യം, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയേറ്റവർ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. അവിടെ ശരിക്കും ഒരു 144,000 പേരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 1,44,000 പേര്. അവിടെ ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നുമാണ് അവർ അത്രയും പേരെ മുദ്രയേറ്റത്. ഇവർ എവിടെ നിന്ന് വന്നതാ? ഇവർ മഹാകഷ്ടത്തിലൂടെ വന്നവരാണ്. മാത്രമല്ല കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ് ഇവർ. അപ്പോൾ ഇത്രയും ഭാഗത്തുനിന്ന് ഇസ്രായേലിനെ കുറിച്ചുള്ള ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം പോയിട്ട് ഭാവികാല ശാസ്ത്രം. അടുത്ത പുറപ്പാടിനെ കുറിച്ച് നാം പറയുവാണെങ്കിൽ ക്രിസ്തുശാസ്ത്രഘട്ടം പുറപ്പാടിൻ്റെ മത്തായി 2:19 മുതൽ 21 വരെ. ജോസഫിന് സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോവുക. അവിടെ അതാണ് അതിനകത്തെ ക്രിസ്തുശാസ്ത്രഘട്ടം. ജോസഫിനെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും കൂടെ കൂട്ടി അമ്മയും കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകാം. മിസ്രൈമിൽ നിന്ന് നീ ഇസ്രായേൽ ദേശത്തേക്ക് പോകാം. അതിൻ്റെ സഭാശാസ്ത്രഘട്ടം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 6:17. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്തു. അതിനകത്ത് സഭ എന്താണ് ചെയ്യേണ്ടത്? 2 കൊരിന്ത്യർ 6:17. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്തു. അതാ ശരിക്കും സഭയുടെ ശാസ്ത്രഘട്ടം കർത്താവിൻ്റെ സമയത്ത്. അതിൻ്റെ ഭാവി കാലഘട്ടം എന്ന് പറയുന്നത് വെളിപ്പാട് 18:4. എൻ്റെ ജനമായുള്ളവേ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. അതാണ് അതിനകത്തെ ഭാവി കാലഘട്ടം. അപ്പോൾ പുറപ്പാട് എന്ന് പറയുന്നതിൻ്റെ ക്രിസ്തുശാസ്ത്രഘട്ടവും സഭാശാസ്ത്രഘട്ടവും ഭാവി കാലഘട്ടവുമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്തത് വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചാണ്. വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ക്രിസ്തുശാസ്ത്രഘട്ടം യോഹന്നാൻ 1:14 കാണുന്നു. വിശുദ്ധ മന്ദിരം ക്രിസ്തു ശാസ്ത്രഘട്ടം യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അതാണ് അതിനകത്തെ ക്രിസ്തു ശാസ്ത്രഘട്ടം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അതിനകത്തെ സഭാശാസ്ത്രഘട്ടം 1 കൊരിന്ത്യർ 3:16-17. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അതാണ് അതിനകത്തെ സഭാശാസ്ത്രഘട്ടം. സഭയെക്കുറിച്ചാണ്. എന്താണ് സഭയെക്കുറിച്ച്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും എന്ന് വെച്ചാൽ നമ്മളും വിശുദ്ധമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരവകാശവുമില്ല ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ നശിപ്പിച്ച് കളയുവാൻ നമുക്കൊരു അവകാശവുമില്ല. അതിൻ്റെ ഭാവി കാലഘട്ടം വെളിപ്പാട് 3:12 കാണുന്നു. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെഴുതും. എന്തോരു അനുഗ്രഹമാണെന്ന് നോക്കിയേ. ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും. ജയിക്കുന്നവനെ എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും അവരുടെ നെറ്റിമേൽ എഴുതും. അപ്പോൾ തിരുവഴുത്തുകൾക്ക് ഒരൊറ്റ ദിവ്യ രചയിതാവ് മാത്രമുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് പഴയ നിയമത്തിൽ പറഞ്ഞാലും പുതിയ നിയമത്തിൽ പറഞ്ഞാലും എവിടെ പറഞ്ഞാലും അതിന് എല്ലാമായിട്ടും പൊരുത്തമുണ്ട്. എല്ലാം പൊരുത്തപ്പെടുന്നു. അതിൻ്റെ വിവിധ ഭാഗങ്ങൾ പരസ്പരം പൊരുത്തപ്പെടുന്നു. അതിൻ്റെ കാരണം തിരുവചനത്തിന് ഒരു ദിവ്യ രചയിതാവ് മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിൻ്റെ എല്ലാ ഉപദേശങ്ങളും പരസ്പരം യോജിക്കും. ഓരോ ഭാഗത്തിൻ്റെയും വാഗ്ദാനങ്ങൾ ഒരു പ്രത്യേക വിഷയത്തിൽ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നതിൻ്റെ സമഗ്രതയുമായി പൊരുത്തപ്പെടുന്നു. അപ്പോൾ ഓരോ ഭാഗത്ത് വരുന്നത് അത് തിരുവെഴുത്ത് എങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു എന്ന അതിൻ്റെ സമഗ്രതയുമായിട്ടാണ് ഒത്തുവരുന്നത്. അപ്പോൾ ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരുന്നു. യോശുവ മുൻ മാതൃക.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ യേശുവിൻ്റെ മാതൃകയായിട്ട് യോശുവയെ പഴയ നിയമത്തിൽ ചിത്രീകരിക്കുന്നു. ഇവിടെ അത് കുറച്ചുകൂടെ വിപുലമായിട്ട് നമുക്ക് പഠിക്കാം. യോശുവ മാതൃക. വേദപുസ്തക സൂചകങ്ങളുടെ വെളിച്ചത്തിൽ മോശയുടെയും യോശുവയുടെയും ജീവിതം തമ്മിൽ അനേക സമാനതകളുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ മോശയുടെയും യോശുവയുടെയും ജീവിതം തമ്മിൽ അനേക സമാനതകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുറപ്പാട് 3:1-2. മോശ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അത് മോശയുടെ അനുഭവമാണ്. ഹോരേബ് വരെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മുൾപടർപ്പിന് തീ കത്തുന്നതായിട്ട് കണ്ടു. അവിടെ ആരാ വന്നേ? യഹോവയുടെ ദൂതൻ, ദൈവം അവിടെ വന്നു. അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അപ്പം യോശുവ 1:1-3 വരെ യഹോവ യോശുവയോട് അരുളി ചെയ്തത്, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് മോശ ദൈവത്തെ പോയി കണ്ടു, മുൾപടർപ്പിൽ നിൽക്കുന്നത്. ഇവിടെയും പറയുന്നുണ്ട്, യോശുവയോട് പറയുന്നുണ്ട്, യഹോവ യോശുവയോട് അരുളി ചെയ്തത്. ആകയാൽ അപ്പം യോശുവയും ദൈവത്തെ കണ്ടു അവിടെ. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് ഇതിനു മുമ്പ് തന്നെ ദൈവം മോശയോട് കൽപ്പിച്ചു ഈ സ്ഥലം യോശുവയ്ക്കുള്ളതാണെന്ന്. അപ്പം മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ആവർത്തിക്കുന്ന ഒരു പുതിയ മോശയായി യോശുവയെ അവതരിപ്പിക്കുന്നു. അതാണ് ആ ഒന്നാമത്തെ പ്രതീകം. എന്തുവെന്നറിയാമോ? മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, അവിടെ പുറപ്പെടുന്നതിന് മുൻപ് കടിഞ്ഞൂൽ സംഹാരം ഉണ്ടായി. അത് വലിയ അതിശയമാണ്, അത്ഭുതമാണ്. അതിനുശേഷം അവർ തിരിച്ചു വന്നപ്പോൾ അവർക്ക് ചെങ്കടൽ അവിടെ ഉണ്ട്, ചെങ്കടൽ കടക്കണം. പിന്നെ ഇങ്ങോട്ട് കുറച്ചുകൂടെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അവർക്ക് ഭക്ഷണമില്ലാതെ വന്നു, വെള്ളമില്ലാതെ വന്നു. ആ ദുർഘട സമയങ്ങളെല്ലാം യോശുവ കൂടെയുണ്ട്. അപ്പം മോശയുടെ മരണശേഷം ഒരു പുതിയ മോശയായി യോശുവയെയാണ് ഇവിടെ കാണുന്നത്, അവതരിപ്പിക്കുന്നത്. മോശയെ പോലെ കർത്താവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയിലൂടെ യോശുവയും നിയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പം മോശ ദൈവവുമായിട്ടുള്ള പ്രത്യേകമായ വ്യക്തിപരമായ കൂടിക്കാഴ്ചയിലാണ് മോശ ഇസ്രായേൽ ജാതികളെ നടത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തത്. അതുപോലെ തന്നെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയിലൂടെ യോശുവയെ നിയോഗിക്കപ്പെടുന്നു. ഇരുവരുടെയും നേതൃത്വത്തിൽ മറ്റു രാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേലിൻ്റെ പ്രശസ്തി ഭീതി ഉളവാക്കി. അപ്പോൾ ഇവരിങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ ഇരുവരുടെയും, മോശയുടെ നേതൃത്വത്തിലും യോശുവയുടെ നേതൃത്വത്തിലും ഇസ്രായേലിൻ്റെ പ്രശസ്തി വളരെ വലുതായിരുന്നു. അത് ആ അയൽ രാജ്യങ്ങളുടെ ഇടയിലൊക്കെ ഭയം ഉൾപ്പെടുത്തി. ചെങ്കടൽ കടക്കുന്നതിൽ മോശ ഇസ്രായേലിനെ നയിക്കുമ്പോൾ യോർദാൻ അത്ഭുതകരമായി കടക്കുന്നതിൽ യോശുവ ഇസ്രായേലിനെ നയിക്കുന്നു. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ, ചെങ്കടൽ കടക്കുമ്പോൾ മോശയും, ചെങ്കടൽ കടക്കുമ്പോൾ മോശ, യോർദാൻ കടക്കുമ്പോൾ യോശുവയും നേതൃത്വം നൽകുന്നു. പിന്നെ രണ്ടുപേരോടും പരിച്ഛേദനയുടെ ആവശ്യകതയും പെസഹായുടെ പ്രാധാന്യവും രണ്ട് നേതാക്കളെയും ഓർമ്മിപ്പിക്കുന്നു. മോശയുടെ കാലത്ത് മന്ന വീഴാൻ തുടങ്ങി, എന്നാൽ യോശുവയുടെ കാലത്ത് മന്ന ആ വീഴ്ച നിന്നു. രണ്ടുപേരോടും അവരുടെ ചെരുപ്പ് അവർ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും ഊരി നീക്കുവാൻ പറഞ്ഞു. ഇരുകൂട്ടരോടും നീട്ടിയ ഭുജം, കാരണം നീട്ടിയ കൈ ഇസ്രായേലിൻ്റെ വിജയത്തെ രണ്ടുപേരും, മോശ നീട്ടിപ്പിടിച്ചപ്പോൾ ഇസ്രായേൽ ജയിച്ചു. അതുപോലെ തന്നെ യോശുവ കരം നീട്ടിപ്പിടിച്ചപ്പോൾ അവിടെയും ഇസ്രായേൽ ജയിച്ചു. ഭൂമി വിഭജിക്കുന്നതിനും സങ്കേത നഗരങ്ങൾ സ്ഥാപിക്കുന്നതിനും മോശ നിർദ്ദേശങ്ങൾ നൽകുന്നു. അത് യോശുവ പൂർത്തീകരിക്കുന്നു. ഇരുവരും രാജ്യത്തിന് വിടവാങ്ങൽ പ്രസംഗം നടത്തി. പ്രായമായി അവരുടെ ജോലി തീർന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ രണ്ടുപേരും രാഷ്ട്രത്തോടെ വിടവാങ്ങൽ പ്രസംഗം നടത്തി. ശരിക്കും ഈ രണ്ടുപേരുടെയും ശുശ്രൂഷയുടെ അവസാനത്തിൽ ദൈവം അവരുടെ ഇടയിൽ ഉണ്ടാക്കിയ ഉടമ്പടി അവരെ ഓർമ്മിപ്പിക്കുന്നു. ആവർത്തനം 18-15 വരെ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യം നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അത് ആവർത്തനത്തിലാണ് പറയുന്നത്. ആവർത്തനം മോശ എഴുതിയതാണ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യം നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും.
ഇവിടെ ആരെയാണത് സൂചിപ്പിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. എങ്ങനെ എഴുതി തരുന്നേ? എന്നെപ്പോലെ ഒരു പ്രവാചകൻ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് കർത്താവായ യേശു ക്രിസ്തു. മോശ നടത്തിയ പ്രവചനത്തിൻ്റെ ഭാഗികമായ പൂർത്തീകരണമായിരുന്നു യോശുവയുടെ ജീവിതം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മോശ നടത്തിയ പ്രവചനത്തിൻ്റെ ഭാഗികമായ ഒരു പൂർത്തീകരണമാണ് യോശുവയുടെ ജീവിതം. ആത്യന്തികമായി പ്രവചനം മിശിഹായിലൂടെ മാത്രമേ നിവൃത്തിയാകൂ. ഇവിടെ എല്ലാം ഈ പ്രവചനമുണ്ട്, അതങ്ങനെ ആ കാലഘട്ടത്തിൽ ഓരോ പ്രത്യേക ദൗത്യമാണ്. എന്നാൽ ആത്യന്തികമായി അത് പൂർത്തീകരിക്കുന്നത് കർത്താവിൻ്റെ അല്ലെങ്കിൽ മിശിഹായുടെ വരവോടുകൂടിയാണ്. ക്രിസ്തു സത്യവാനാണ്, ദൈവത്തെ സത്യമായി വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പം ക്രിസ്തു സത്യവാനാണ്, ദൈവത്തെ സത്യമായി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. മോശയുടെയും യോശുവയുടെയും ജീവിതം വരാനിരിക്കുന്ന മിശിഹായ യേശുവിൻ്റെ സൂചകങ്ങളായി മാറുന്നു. അതാണ് നമ്മൾ പിന്നെയും പഠിക്കാനുള്ളത്. മോശയുടെയും യോശുവയുടെയും ജീവിതം വരാനിരിക്കുന്ന മിശിഹ ആയ യേശുവിൻ്റെ സൂചകങ്ങളായി. അവരുടെ രണ്ടുപേരുടെയും ജീവിതം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിനെക്കുറിച്ചാണ്. അതൊരു സൂചകമായിട്ടാണ് മോശയുടെ ജീവിതവും യോശുവയുടെ ജീവിതവും. യോശുവ നടത്തിയ യുദ്ധങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വലിയ സംഭവങ്ങളായിരുന്നു. അപ്പം മോശ ഒരുപാട് യുദ്ധങ്ങൾ നടത്തി, അതുപോലെ തന്നെ യോശുവ നടത്തിയ യുദ്ധങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വലിയ സംഭവങ്ങളായിരുന്നു. അപ്പോൾ യഥാർത്ഥ യോശുവ ആരാണ്? അത് ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പഠിക്കാവുന്നതാണ്. യഥാർത്ഥ യോശുവ ഏത് പ്രതിരൂപമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്? ശരിക്കും ഇസ്രായേലർക്ക് നൽകപ്പെട്ട അവകാശം സമാധാനത്തോടെ ആസ്വദിക്കാനും ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ സമൂഹം സ്ഥാപിക്കുവാനും കഴിയുന്ന വാഗ്ദത്ത ദേശത്ത് അവരെ സ്ഥിരതാമസമാക്കുക എന്നതാണ് യോശുവ നടത്തിയ യുദ്ധത്തിൻ്റെ ലക്ഷ്യം. മനസ്സിലായോ? സമാധാനത്തോടെ എന്നുവെച്ചാൽ ഇസ്രായേലർക്ക് ദൈവം അവകാശം കൊടുത്തു, കനാന്യ ദേശം അവർക്കത് കൊടുത്തതാണ്. അവിടെ ചെന്ന് നടത്തിയാൽ ജീവിച്ചാൽ അതെങ്ങനെ ജീവിക്കണം? ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ സമൂഹം സ്ഥാപിക്കണം. അവർ കനാൻ നാട്ടിൽ ചെന്നാൽ പഴയ മിസ്രൈമിൽ ജീവിച്ചതുപോലല്ല, പകരം ഒരു പുതിയ യേശുക്രിസ്തുവിൻ്റെ തത്വങ്ങളെ, നിയമത്തിൻ്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ സമൂഹം സ്ഥാപിക്കുവാൻ കഴിയുന്ന വാഗ്ദത്ത ദേശത്ത് അവരെ സ്ഥിരമായി താമസിപ്പിക്കുവാനാണ് യോശുവ നടത്തിയ യുദ്ധം. ഇസ്രായേലിലേക്ക് ഭൂമി വിഭജിക്കുക എന്നതായിരുന്നു യോശുവയുടെ ദൗത്യം. അതുപോലെ പുതിയ യോശുവയായി ചിത്രീകരിക്കപ്പെടുന്ന മിശിഹ ഒരു പുതിയ ഇസ്രായേലിനെ ആത്മീയ അവകാശം നൽകുന്നു. വളരെ ഗഹനമായ വിഷയമാണ് അത്. ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പഠിപ്പിക്കുവാൻ ഇത്ര മാത്രമേ കഴിയുന്നുള്ളൂ. പക്ഷേ വളരെ ഗഹനമാണ്. കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധയോടുകൂടി കുറേ കൂടെ സമയം എടുത്ത് പഠിച്ചാൽ അത് കുറേ കൂടെ നമുക്ക് അനുഗ്രഹവുമായിരിക്കുകയും ചെയ്യും. ഇസ്രായേലിലേക്ക് ഭൂമി വിഭജിക്കുക എന്നതായിരുന്നു യോശുവയുടെ ദൗത്യം. അതുപോലെ പുതിയ യോശുവയായി ചിത്രീകരിക്കപ്പെടുന്ന മിശിഹ ഒരു പുതിയ ഇസ്രായേലിന് ആത്മീയ അവകാശമാണ് നൽകുന്നത്. ശരിക്കും പുതിയ നിയമ എഴുത്തുകാർ യോശുവയുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ നിരവധി വശങ്ങൾ അവതരിപ്പിച്ചു. ഈ പുതിയ ആത്മീയ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ദൈവത്തിൻ്റെ ദൈവസഭയാണ്. അവർക്ക് ലഭിക്കേണ്ട അവകാശം എന്ന് പറയുന്നത് സ്വർഗമാണ്. മരുഭൂമിയിലൊക്കെ ഇവിടെ ശരിക്കും യോശുവ ചെയ്ത കാര്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ സമയത്തുള്ള കാര്യങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ വളരെ വളരെ സാമ്യമുണ്ട്. ഒന്ന്, മരുഭൂമിയിൽ 40 വർഷത്തിന് ശേഷമാണ് യോശുവ കനാനിലേക്ക് കാലെടുത്തു വെച്ചത്. 40 വർഷം. പ്രതിരൂപനായ യോശുവ ആയ യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഇവിടെ ശരിക്കും യോശുവ ഇവിടെ ഉള്ളത്. ആ യോശുവയുടെ ജീവിതം യേശുക്രിസ്തുവിന് മുമ്പേ ഉള്ളൊരു നിഴലാണ്. അപ്പോൾ പ്രതിരൂപനായ യോശുവയായ യേശു ഭൂമിയിൽ 40 ദിവസത്തിന് ശേഷമാണ് തൻ്റെ ഭൗമിക ശുശ്രൂഷ ഏറ്റെടുത്തത്. പിന്നെ യേശുവിൻ്റെ സ്വർഗീയ ശുശ്രൂഷ, അതും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് 40 ദിവസം കഴിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ശുശ്രൂഷ
ആരംഭിച്ചത്. ദുഷ്ടശക്തിക്കെതിരെ യഹോവയുടെ യുദ്ധങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ദിവ്യ യോദ്ധാവായി യേശുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. യേശുവിനെ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ദുഷ്ടശക്തിക്കെതിരെ, ദുഷ്ടശക്തി എന്ന് പറഞ്ഞാൽ സാത്താൻ, ദുഷ്ടശക്തിക്കെതിരെ യഹോവയുടെ യുദ്ധങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദിവ്യ യോദ്ധാവായി യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും അവൻ്റെ ക്രൂശിലെ മരണവും കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അത് നിവർത്തിയാക്കി, സാത്താനെ തോൽപ്പിച്ചു. നമ്മുടെ ആത്മീയ ശത്രുക്കളെ കീഴടക്കുവാൻ നമ്മൾക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. നമ്മുടെ ആത്മീയ ശത്രുക്കളെ കീഴടക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. ദൈവജനങ്ങൾക്ക് അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവജനങ്ങൾക്ക് ആത്മീയ വിശ്രമം ലഭിക്കൂ. വീണ്ടെടുക്കപ്പെട്ടവർക്ക് അവകാശം അനുവദിച്ചിട്ടുണ്ട് ദൈവം. ആത്മീയ അവകാശം ദൈവം വീണ്ടെടുക്കപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. യോശുവയും നമ്മളും എന്ന ഒരു ഹെഡിങ്ങോടുകൂടിയ ഭാഗമാണ് വ്യാഴാഴ്ചത്തെ ദിവസം നമുക്ക് പഠിക്കുവാനുള്ളത്. യോശുവയും നമ്മളും. യോശുവ ഒരു സൂചകമല്ല എങ്കിൽ പ്രതീകമെന്ന നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കപ്പുറം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ജീവിതത്തിലെ പൂർത്തീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അവിടെ യോശുവയും നമ്മളും എന്നുള്ള ഭാഗത്ത് പറയുന്നത് യോശുവ ഒരു സൂചകം ആണ്, അല്ലെങ്കിൽ ഒരു പ്രതീകമാണ്. ആ നിലയിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കപ്പുറം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ജീവിതത്തിലെ പൂർത്തീകരണം. അപ്പം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ജീവിതത്തിലെ പൂർത്തീകരണത്തിലാണ് ഇവിടുത്തെ ഒരു യോശുവ വിരൽ ചൂണ്ടുന്നത്. അതിൻ്റെ പൂർത്തീകരണം നടത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എഫേസ്യർ 6:10-12 വരെയുള്ള ഭാഗത്ത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ശരിക്കും ഇവിടെ എഫേസ്യർ 6:10-12 വരെ നമ്മൾ പല പ്രാവശ്യം വായിക്കുകയും പഠിച്ചിട്ടും ഒക്കെ ഉള്ള ഭാഗമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ഇവിടെയുള്ള ഈ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോൾ യോശുവയുടെ കീഴിലെ ഇസ്രായേൽ നടത്തിയ യുദ്ധങ്ങളെല്ലാം സഭയുടെ ആത്മീയ പോരാട്ടങ്ങളുടെ നിഴലായിരുന്നു. അതിനാണ് കൂടുതൽ ഇവിടെ പ്രസക്തി. ഏതാണ്? യോശുവയുടെ കീഴിൽ ഇസ്രായേൽ നടത്തിയ എല്ലാ യുദ്ധങ്ങളും എല്ലാം സഭയുടെ ആത്മീയ പോരാട്ടങ്ങളുടെ നിഴലായിരുന്നു. അപ്പോൾ ആ യുദ്ധങ്ങളൊന്നും ചുമ്മാതുള്ളതല്ല, അതെല്ലാം ആത്മീയ യുദ്ധങ്ങളുടെ നിഴലായിരുന്നു. പുതിയ നിയമ എഴുത്തുകാർ യോശുവയെ സഭാശാസ്ത്ര പൂർത്തീകരണത്തിൻ്റെ പ്രതിരൂപമായി അംഗീകരിക്കുന്നു. അപ്പോൾ പുതിയ നിയമ എഴുത്തുകാർ യോശുവയെ സഭാശാസ്ത്ര പൂർത്തീകരണത്തിൻ്റെ പ്രതിരൂപമായി അംഗീകരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ അംഗങ്ങൾ ദുഷ്ടശക്തികൾക്കെതിരായ ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും ക്രിസ്തുവിൻ്റെ ശരീരമായ ഇപ്പോഴത്തെ സഭയിലെ വിശ്വാസികൾ ദുഷ്ടശക്തികൾക്കെതിരായ ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവർ യുദ്ധത്തിലാണ് എങ്കിലും അവർ ദൈവകൃപയുടെ വിശ്രമം ആസ്വദിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അവർ യുദ്ധം ചെയ്യുന്നുണ്ട്, എന്നാൽ ദൈവകൃപയുടെ വിശ്രമം ആസ്വദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അവരുടെ ആത്മീയ അവകാശത്തിൻ്റെ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നു. വെളിപ്പാട് 21:3, സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. എന്തുവാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്? യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഭിലാഷം, മനുഷ്യരോടുകൂടെ വസിക്കുക എന്നുള്ളതാണ്. കാരണം ഏദനിൽ ദൈവം ദിവസവും ആദാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യോശുവ. എന്നാൽ പാപം കൊണ്ട് ആ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് അതിന് വിഘ്നം സംഭവിച്ചു. യോശുവ നിഴലായിരിക്കുന്നതിൻ്റെ അന്തിമവും പൂർണ്ണവുമായ പൂർത്തീകരണം യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കിലാണ് കാണുന്നത്. അപ്പം യോശുവ നിഴലായിരിക്കുന്നതിൻ്റെ അന്തിമവും
പൂർണ്ണവുമായ പൂർത്തീകരണം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ്. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അപ്പം യോശുവയുടെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവത്തെ വളരെയധികം പ്രതിഫലിപ്പിക്കും. യോശുവയുടെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവവുമായി ഒരുപാട് അർത്ഥത്തിൽ സമാനതകളുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുവാനുള്ള പദവി, അതിൻ്റെ ആവശ്യകത ഇപ്പോഴും ഉണ്ട്. നമ്മളും എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മുടെ മുമ്പിൽ വരുന്നവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം നമ്മുടേതാണ്. യോഹന്നാൻ 17:22 നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അത് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ദൈവം കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്ത മഹത്വം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു തൻ്റെ മഹത്വം ശിഷ്യന്മാരുമായി പങ്കിടാൻ ആഗ്രഹിച്ചു. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ അത് നമ്മുടേതുമാകും. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവം വെച്ചിരുന്ന ആ മഹത്വമുണ്ടല്ലോ, അത് ശിഷ്യന്മാർ കൊടുത്ത മഹത്വം നമുക്കും കിട്ടും. 2 കൊരിന്ത്യർ 3:18 എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ ശക്തിയായി രൂപാന്തരപ്പെടുന്നു. അപ്പം മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ഒന്ന് നോക്കി, എന്തോ വലിയ അനുഗ്രഹം, അതെന്ത് അനുഭവമാണെന്ന്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ ശക്തിയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ അവൻ്റെ മൂടുപടം നീങ്ങിപ്പോകുന്നു എന്നാണ് പറയുന്നത്. അതുവരെ അവൻ ഇട്ടേക്കുന്നത് ഒരു മൂടുപടമാണ്. എന്നാൽ ദൈവത്തിലേക്ക് പോകുമ്പോൾ, കർത്താവിലേക്ക് അവൻ തിരിയുമ്പോൾ അവൻ്റെ മൂടുപടം മാറിപ്പോകുന്നു. ദൈവത്തിൻ്റെ തേജസ് കാണുവാനുള്ള സ്വാതന്ത്ര്യം ഒരു ഇസ്രായേലിന് അന്നുണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ തേജസ് കാണുവാനുള്ള സ്വാതന്ത്ര്യം ഇനി ആർക്കും ലഭ്യമാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനെ അന്നേരം എന്താ കാണുക? നമ്മൾ മുഖാമുഖം കാണും. ചുരുക്കത്തിൽ തേജസ്സിൻ്റെ ശുശ്രൂഷ ഒരുവന് നിത്യജീവൻ, നീതി, പ്രത്യാശ, സ്വാതന്ത്ര്യം, രൂപാന്തരം എന്നിവ നൽകുന്നു. ഇത് തേജസ്സിൻ്റെ ശുശ്രൂഷയാണ്. ഒരുവന് നിത്യജീവന്, നീതി, പ്രത്യാശ, സ്വാതന്ത്ര്യം, രൂപാന്തരം എന്നിവ നൽകുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ക്രിസ്തുവിൻ്റെ കാലത്തെ ജനങ്ങൾക്ക് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, മനസ്സിലായില്ല. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യരുടെ പാരമ്പര്യങ്ങളും പ്രമാണങ്ങളും നിയമങ്ങളും ദൈവം അറിയിക്കാൻ ഉദ്ദേശിച്ച പാഠങ്ങൾ അവരിൽ നിന്നും മറച്ചു വെച്ചു. എന്താണ് യേശുക്രിസ്തുവിൻ്റെ ദൗത്യം? ആ കാലത്തെ ജനങ്ങൾക്ക് മനസ്സിലായില്ല. അവർ പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചു, പ്രമാണങ്ങളും നിയമങ്ങളും അവർ കൂടുതൽ അറിയിച്ചു. അപ്പോൾ ദൈവം അറിയിക്കാൻ ഉദ്ദേശിച്ച കാര്യം അവരിൽ എത്താതായിപ്പോയി. എന്ന് വെച്ചാൽ അവർ പ്രതിരൂപത്തെ നിരസിച്ചു. അപ്പം പിന്നെ പ്രതിരൂപത്തെ അവർ നിരസിക്കുകയും പിന്നെ പ്രതിരൂപത്തെ നിരസിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് സൂചകങ്ങളാണ്. സൂചകം എന്ന് പറയുന്ന കർത്താവ് വരുന്നതിന് മുമ്പുള്ളതാണ് സൂചകങ്ങൾ. അവർ കൂടുതൽ സൂചകങ്ങളെ അമർത്തിപ്പിടിക്കുകയും പ്രതിരൂപത്തെ നിരസിക്കുകയും ചെയ്തു. അപ്പോൾ ഉപയോഗശൂന്യമായ ചടങ്ങുകളിലൊക്കെ അവർ വിശ്വസിച്ചതുകൊണ്ട് അവർക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്ന 2 കൊരിന്ത്യർ 3:18 അതുപോലെ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ ശക്തിയായി നമ്മൾ രൂപാന്തരപ്പെടണം. അതുതന്നെയാണ് എനിക്ക് ഇന്ന് എല്ലാവരോടും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും കർത്താവിൻ്റെ തേജസ് മനസ്സിലാക്കി, കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കി നമ്മൾ ശരിക്കും രൂപാന്തരപ്പെടണം. എങ്ങനെയാണ്? മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന പോലെ നമ്മൾ രൂപാന്തരപ്പെടണം. അങ്ങനെ രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ,
വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങളായിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചനത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് വെളിപ്പെടും പോലെ കർത്താവെ, ഞങ്ങളുടെ മൂടുപടമൊക്കെ മാറി കർത്താവിൻ്റെ തേജസ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം പഠിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണം. ഒരിക്കൽ പോലും സൂചകത്തിൻ്റെ പിന്നാലെ പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി തരണം. ഞങ്ങളുടെ പാപങ്ങളുമൊക്കെ ദോഷങ്ങളിൽ ക്ഷമിച്ച് കർത്താവ് ഞങ്ങളെ സ്വീകരിക്കണം. ഞങ്ങൾ ചോദിച്ച നന്മകൾ കുറവധികമായ നന്മകൾ കൊണ്ടടിയങ്ങളെ പോറ്റി ഒടുവിൽ അങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.